ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രിയിൽ നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം അനുവദിച്ച സമയത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപകടങ്ങളും ആപത്തുകളും നിറഞ്ഞ ലോകത്തിലാണ് ജീവിക്കുന്നത്. നാം ആരും അതിന് ഒഴിവുള്ളവരല്ല. എങ്കിലും ദൈവം നമുക്ക് നൽകുന്ന എല്ലാ ക്ഷേമത്തിനായിട്ടും പരിപാലനത്തിനായിട്ടും ദൈവത്തെ സ്തുതിക്കാം. രാത്രിയിൽ നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ ഇടയായതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മത്തായി സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തേക്കാണല്ലോ നാം കടന്നു വന്നിട്ടുള്ളത്. തൽക്കാലം ആദ്യമായിട്ട് നമുക്കതിൻ്റെ 18 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാം. മത്തായി 4-ന്റെ 18 മുതൽ 22 വരെയുള്ള വാക്യം. അവൻ ഗലീല കടൽപ്പുറത്ത് നടക്കുമ്പോൾ പത്രോസ് എന്നു പേരുള്ള ശീമോൻ, അവൻ്റെ സഹോദരനായ അന്ത്രയോസ് എന്നിങ്ങനെ മീൻപിടിക്കാരായ 2 സഹോദരന്മാർ കടലിൽ വല വീശുന്നത് കണ്ടു. എൻ്റെ പിന്നാലെ വരുവിൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് അവരോട് പറഞ്ഞു. ഉടനെ അവർ വല വിട്ടേച്ച് അവനെ അനുഗമിച്ചു. അവിടെ നിന്ന് മുമ്പോട്ട് പോയാറെ സെബദിയുടെ മകൻ യാക്കോബും അവൻ്റെ സഹോദരൻ യോഹന്നാനും എന്ന വേറെ 2 സഹോദരന്മാർ പടകിലിരുന്ന് അപ്പനായ സെബദിയുമായി വല നന്നാക്കുന്നത് കണ്ട് അവരെയും വിളിച്ചു. അവരും ഉടനെ പടകിനെയും അപ്പനെയും വിട്ടവനെ അനുഗമിച്ചു. ഈ വേദഭാഗം വളരെ പരിചയമുള്ള വേദഭാഗമാണ്. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ വേദഭാഗത്തിൻ്റെ മറ്റൊരു വിശദീകരണം അവിടെ കാണാനായിട്ട് സാധിക്കും. അതിപ്പോൾ വായിക്കട്ടെ, നിങ്ങളത് ഇടയ്ക്കൊക്കെ നോക്കിയാൽ മതി. ഇതേ കാര്യം തന്നെ അവിടെ അല്പം കൂടി വ്യത്യസ്തമായ രീതിയിൽ ലൂക്കോസ് അവതരിപ്പിക്കുന്നുണ്ട്. അത് അതാത് സമയങ്ങളിൽ നമ്മൾക്കതൊന്ന് റെഫർ ചെയ്ത് പോകേണ്ടി വരും. ഈ വേദഭാഗം നാം വായിക്കുമ്പോഴേ വളരെ ലളിതമായ വേദഭാഗമാണ്. വളരെ മനസ്സിലാക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമുള്ള വേദഭാഗമല്ല. അതുകൊണ്ട് തന്നെ കാര്യമായ ആ വിശദീകരണങ്ങൾ അതിൻ്റെ ഭാഗത്ത് ആവശ്യമില്ല. എങ്കിൽ കൂടെ ചില ചിന്തകൾ നിങ്ങൾ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. അവൻ ഗലീലക്കടൽപ്പുറത്ത് നടക്കുമ്പോൾ, ഗലീലക്കടൽ എന്ന് പറയുന്നത് നമ്മുടെ വേദപുസ്തകത്തിൻ്റെ പിന്നിൽ മാപ്പുണ്ട്. ആ മാപ്പ് നോക്കിയാൽ അറിയാം, ഒരു ചെറിയ ഒരു തടാകമാണ് ഈ ഗലീലക്കടൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സ്ഥലം. ഏകദേശം 13 മൈൽ നീളവും 8 മൈൽ വീതിയുമുള്ള ഒരു വലിയ തടാകം. എന്നാൽ ഇവിടെ ഗലീലക്കടൽ എന്നാണ് പറയുന്നത്. കാരണം ഗലീലയിൽ താമസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അതൊരു തടാകം എന്നതിനേക്കാൾ ഉപരി കടൽ എന്നുള്ളതായ ഒരു ചിത്രം അവിടെ ഉണ്ട്. കാരണം വലിയ കാറ്റും കോളുമുണ്ട്. സമുദ്രനിരപ്പിൽ നിന്ന് താഴ്ന്ന പ്രദേശമാണ് ഈ കടൽ, ഈ ഗലീലക്കടൽ എന്ന് പറയുന്നത്. എന്നാൽ അതുകൊണ്ട് ഗലീലയിൽ താമസിക്കുന്നവരൊക്കെ അവിടെ മീൻ പിടിച്ചും ഒക്കെ ജീവിക്കുന്ന ഒരു സംവിധാനമുണ്ട്. അന്ന് കാലത്ത് കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ ഈ ഗലീലക്കടൽ എന്ന് പറയുന്ന സ്ഥാനം ലൂക്കോസിൻ്റെ സുവിശേഷത്തിലെ 5-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം നമ്മൾ വെറുതെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ അവിടെ അറിയാം. അവിടെ എഴുതിയിരിക്കുന്നത് ഗന്നസരേത്ത് തടാകം. ലൂക്കോസ് എഴുതുന്നത് ഗലീലക്കടൽ എന്നല്ല, ഗന്നസരത്ത് തടാകം. തടാകം പറഞ്ഞ ലേക്ക്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രത്യേകമായ പേര്? ഇതേ സ്ഥലത്തിന് വേദപുസ്തകത്തിൽ പല പേരുകളുണ്ട്. നാം യോഹന്നാൻ സുവിശേഷം 21-ാം അധ്യായം വായിക്കുമ്പോൾ ആ സംഭവം നമുക്കറിയാം. കർത്താവിൻ്റെ ശിഷ്യന്മാരെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം മീൻ പിടിക്കാൻ പോയി. അവിടെ എഴുതിയിരിക്കുന്നത് തിബര്യാസ് കടൽക്കര എന്നാണ്. ഇതൊക്കെ ഒരു സ്ഥലം തന്നെയാണ്. ഈ ഗലീലക്കടൽ എന്ന് പറയുന്നതും ഗന്നേസരത്ത് തടാകം എന്ന് പറയുന്നതും തിബര്യാസ് എന്ന് പറയുന്നതും കടൽ എന്ന് പറയുന്നതും. ഇനി നാം മാപ്പ് നോക്കിയാൽ, ഒരു പഴയ മാപ്പ് നോക്കുക, ഇതിൻ്റെ പുറകിൽ ഉള്ള മാപ്പ്, അതായത് പലസ്തീൻ നാട് ഇസ്രായേൽ ഗോത്രങ്ങൾക്ക് വിഭാഗിച്ച് കൊടുത്തെടുത്ത് എഴുതിയിട്ടുള്ള കിന്നരേത്ത് തടാകം എന്നാണ്. അപ്പോൾ ഇതൊക്കെ ഒരു സ്ഥലത്തിൻ്റെ പല പേരുകളാണ്. ഈ ഗലീലക്കടൽ എന്ന വാക്ക് എന്തുകൊണ്ടാണെന്നറിയാമോ? ഗലീലയിൽ താമസിക്കുന്നവർ അധികവും സാധാരണക്കാരായ ആളുകളാണ്. വളരെയധികം യാത്ര ചെയ്യുകയോ അങ്ങനെ പോവുകയോ ഒക്കെ ചെയ്തിട്ടില്ലാത്ത ആളുകളായതുകൊണ്ട് അവരെ സംബന്ധിച്ചോളം അതൊരു കടലിൻ്റെ പ്രതീതിയാണ് അവിടെ ഉള്ളത്. തന്നെയല്ല, മുക്കുവന്മാരാണ്ട് ചരിത്രമാണല്ലോ നാം വായിക്കും. അവരെ സംബന്ധിച്ചോളം തിരമാലകളുണ്ട്, കാറ്റുണ്ട്, കോളുണ്ട്. അപ്പോൾ സാധാരണ ഒരു തടാകത്തിൻ്റെ അനുഭവമല്ല അവർ. എന്നാൽ ലൂക്കോസ് എഴുതുമ്പോൾ അത് എഴുതുന്നത് ഗന്നസരത്ത് തടാകം
എന്താ അങ്ങനെ എഴുതാൻ കാരണം എന്ന് പറയാമോ? ന്യായമായ ഒരു കാരണം, ലൂക്കോസ് എന്ന് പറയുന്നത് ഗലീലക്കാരനല്ല, അവൻ യഹൂദനേ അല്ല. എന്നാൽ അവൻ പൗലോസിൻ്റെ സഹപ്രവർത്തകനായിട്ട് പല നാട്ടിലും സഞ്ചരിച്ചിട്ടുള്ള ആളായതുകൊണ്ട് ശരിയായ കടൽ ഏതാണെന്നും ഒക്കെ നല്ല ബോധ്യമുള്ള ആളാണ്. അപ്പോൾ അവനെ സംബന്ധിച്ചോളം ഇതൊരു വെറും തടാകം മാത്രമാണ്. അതുകൊണ്ടാണ് ഈ തിബരിയാസ് അല്ലെങ്കിൽ ഗന്നസരത്ത് തടാകം എന്ന് ലൂക്കോസ് വിശേഷിപ്പിക്കണം. ഇത് നമുക്ക് സാധാരണ ഇതിന് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, എൻ്റെ ഓഫീസിൽ ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചോളം വലിയ ആവേശമാണ്. അപ്പോൾ തമിഴ്നാട്ടിലുള്ളതായ ഒരു കുടുംബം ഞങ്ങളുടെ ഓഫീസ് ജോലി ചെയ്യുന്നവർ തന്നെയാണ്. അവർ ഈ ടൗണിൽ തന്നെയാണ് താമസിക്കുന്നത്. അപ്പോൾ അവിടെയുള്ള ഒരു കുടുംബമായിട്ട് അവർ താമസിക്കുകയാണ്. അപ്പോൾ ഹൈദരാബാദ് തന്നെയാണ് കേട്ടോ. അവർ ഈ ആളുകൾ ഇത്രയധികം പൂരത്തിന് ആളുകൾ വന്നു കൂടുമെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ സ്ത്രീ മറ്റു പല ഞങ്ങളുടെ ഓഫീസിൽ ഈ കുറച്ച് ആന ഇറങ്ങി വരുന്നത് ഈ കൊട്ട് ഇതിലാണോ ഈ കണ്ട ജനങ്ങളൊക്കെ ഈ ഇറങ്ങി വരുന്നത്? അവരെ സംബന്ധിച്ചോളം ഇതൊന്നും ഒരു വലിയ ഒരു സംഭവമൊന്നുമല്ല. എന്ന് പറഞ്ഞാൽ എന്നാൽ തൃശ്ശൂർക്കാരെ സംബന്ധിച്ചോളം തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞാൽ വലിയ വികാരമാണ്, വലിയ ആവേശമാണ്, വലിയ സംഭവമാണ്, വളരെ പ്രസിദ്ധമാണ്, ഒക്കെ ശരിയാണ്. എന്നാൽ ഇതിനേക്കാൾ വലിയ മേളകളും സംഭവങ്ങളൊക്കെ ദർശിക്കിയിട്ടുള്ള ആളുകൾക്ക് ഇതൊന്നുമില്ല. എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചോളം കുറച്ച് ആളുകൾ കൂടുന്നു, കുറച്ച് ആന ഇറങ്ങുന്നു എന്നല്ലാതെ അതിലിപ്പോൾ എന്തോ ഇത്ര അധികം ആവേശം വയ്ക്കാൻ എന്ന് ഒരു അഭിപ്രായം പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ശരിയാണ്, നമ്മൾ അങ്ങനെ വീക്ഷിക്കാൻ തുടങ്ങുമ്പോഴാണ്. അപ്പോൾ ഇതാണ് ലൂക്കോസ് പറയുന്നത്. ലൂക്കോസിനെ സംബന്ധിച്ചോളം പൗലോസിൻ്റെ സഹപ്രവർത്തകനായിട്ട് പല യാത്രകൾ ചെയ്തിട്ടുള്ള ആളാണ്. തന്നെയല്ല വൈദ്യനാണ്, ഒരു ഡോക്ടറാണ്. അപ്പോൾ അത് തന്നെ പല രാജ്യങ്ങളും സഞ്ചരിച്ചിട്ടുള്ള ആളായതുകൊണ്ട് ഗലീലക്കാരനല്ലാത്തത് കൊണ്ടും അവനെ സംബന്ധിച്ചോളം പുറത്തു നിന്നുള്ള ആൾ നോക്കുമ്പോൾ ഗലീല കടലൊന്നുമില്ല, വെറും ഒരു തടാകം. ഞാനൊക്കെ അത് ഒരു സാന്ദർഭികമായി ഓർപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ കർത്താവിൻ്റെ അപ്പോസ്തലന്മാരായിട്ടുള്ള ഭൂരിഭാഗം പേരും ഗലീലക്കാരാണ്. അതുകൊണ്ട് അവരെ സംബന്ധിച്ചോളം മത്തായി അത് എഴുതുമ്പോൾ ഗലീലക്കടൽ എന്ന് തന്നെയാണ് പറയുന്നത്. ഗലീലക്കടലിൻ്റെ മധ്യേ കർത്താവ് നടക്കുമ്പോൾ ഒരു പ്രത്യേക ലക്ഷ്യത്തോടു കൂടിയാണ് നടക്കുന്നത്, വെറുതെ ഇങ്ങനെ നടക്കുകയില്ല. നാം ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ വായിക്കുമ്പോൾ സംഭവങ്ങളുടെ ഗതി ഇങ്ങനെയെല്ലാം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കർത്താവ് അവിടെ ചെന്നു, അപ്പോൾ പത്രോസിൻ്റെ പരിചയമുണ്ട്. പത്രോസിൻ്റെ പടകിൽ കയറിയിരുന്നു, അവിടെ വചനം സംസാരിച്ചു. അപ്പോൾ പിന്നെ മീൻ പിടിക്കാനായിട്ട് പറഞ്ഞപ്പോൾ ഇവർ വളരെ വിഷമിച്ച്, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചതാണ്, മീനൊന്നും കിട്ടിയില്ലല്ലോ, എൻ്റെ വാക്കിന് നിൻ്റെ വാക്കിന് ഞങ്ങൾ വല ഇറക്കാമെന്ന് പറഞ്ഞ് വലിയ വല ഇറക്കി, വലിയൊരു മീൻകൂട്ടം കിട്ടി. അങ്ങനെ ഇവരൊക്കെ വലിയ സംഭ്രമിച്ചു പോയി എന്നൊക്കെയുള്ള ഒരു വിശദീകരണം ലൂക്കോസിൻ്റെ സുവിശേഷത്തിലുണ്ട്. എന്നാൽ ഇവിടെ മത്തായി ആ കാര്യങ്ങളൊന്നും രേഖപ്പെടുത്താതെയാണ് ഇവിടെ എഴുതുന്നത്. ഗലീലപ്പുറത്ത് നടക്കുമ്പോൾ പത്രോസ് എന്ന പേരുള്ള ശിമോൻ, അവൻ്റെ സഹോദരൻ അന്ത്രയാസ് എന്നിങ്ങനെ മീൻ പിടിക്കാരായി 2 സഹോദരന്മാർ കടലിൽ വല വീശുന്നത്. ഞാൻ പറഞ്ഞല്ലോ ആദ്യമേ തന്നെ മുമ്പേ പറഞ്ഞ പോലെ 4 സുവിശേഷങ്ങളും നാം പരിധി നോക്കി വേണം ഈ വിഷയങ്ങളുടെ ശരിയായ ചിത്രം നമുക്കുണ്ടാകാൻ. അപ്പോൾ മത്തായി എഴുതുന്നതും മർക്കോസ് എഴുതുന്നതും ലൂക്കോസ് എഴുതുന്നതും യോഹന്നാൻ എഴുതുന്ന കാര്യങ്ങളൊക്കെ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് താരതമ്യം ചെയ്ത് വായിച്ച് നോക്കിയാലാണ് കൂടുതൽ ശരിയായ ചിത്രം നമ്മുടെ മുമ്പിൽ വരാനായിട്ട് സാധ്യതയുള്ളൂ. ഇവിടെ ഗലീലക്കടലിൽ നടക്കുമ്പോൾ ഇത് വായിച്ചാൽ തോന്നുക പത്രോസിനെ ആദ്യമായിട്ടാണ് കാണുന്നത്. അങ്ങനെയല്ല. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ അവിടെ യോഹന്നാൻ എഴുതുന്ന കാര്യം, അതിനുശേഷം അവിടെ 35 മുതൽ 42 വരെയുള്ള വാക്യങ്ങളാണ് വായിക്കേണ്ടത്. മുഴുവൻ വായിക്കാനായിട്ട് ഇപ്പോൾ തൽക്കാലം ഞാൻ സമയമെടുക്കുന്നില്ല. അവിടെ നമുക്കറിയാവുന്നതാണ്. ഞാൻ അവിടെ പറയുന്നത് 40 മുതൽ 42 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിക്കാം. യോഹന്നാൻ പറഞ്ഞത് കേട്ട് അവനെ അനുഗമിച്ച 2 പേരിൽ ഒരുത്തൻ ശീമോൻ പത്രോസിൻ്റെ സഹോദരനായ അന്ത്രയോസ് ആയിരുന്നു. അവൻ തൻ്റെ സഹോദരനായ ശീമോനെ ആദ്യം കണ്ടവനോട്, ഞങ്ങൾ മശിഹായെ എന്ന് വെച്ചാൽ ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അവനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശു അവനെ നോക്കി, നീ യോഹന്നാൻ്റെ പുത്രനായ ശീമോനാകുന്നു, നിനക്ക് കേഫ എന്ന് പേരാകും എന്ന് പറഞ്ഞു. അത് പത്രോസ് എന്നാകുന്നു. ഇവിടെ യേശു കർത്താവിനെ ആദ്യമായിട്ട് പത്രോസും അന്ത്രയോസും ഒക്കെ കാണുന്ന രംഗമാണ് വിവരിക്കുന്നത്. ഈ കാര്യം നാം വായിക്കുമ്പോൾ
മത്തായി മാത്രം വായിക്കുകയാണെങ്കിൽ വിചാരിക്കും ആ കടൽ തീരത്ത് വെച്ചായിരിക്കും ആദ്യം കിടന്നത്. അങ്ങനെയല്ല. അന്ത്രയോസും വേറൊരാളും, ആളുടെ പേരവിടെ എഴുതിയിട്ടില്ല. ചരിത്രകാരന്മാർ അല്ലെങ്കിൽ വേദപണ്ഡിതന്മാർ പറയുന്നത് അത് യോഹന്നാൻ അപ്പോസ്തലൻ തന്നെ ആയിരിക്കണം. താൻ പേര് തൻ്റെ പറയുന്ന സ്വഭാവം തനിക്കില്ലാത്തതുകൊണ്ട് 2 യോഹന്നാൻ സ്നാപകൻ്റെ ശിഷ്യന്മാരിൽ ഒരാൾ അന്ത്രയാസ് എന്നാണ് മലയാളത്തിൽ എഴുതിയിട്ടുള്ളത്. എന്തെങ്കിലും എങ്ങനെ എഴുതിയാലും പിന്നെ ഉള്ളത് ഒരാൾ ആ പേര് ഇവിടെ രേഖപ്പെടുത്തി അത് യോഹന്നാൻ തന്നെ ആയിരിക്കണം. കാരണം യോഹന്നാൻ്റെ സുവിശേഷത്തിലൊക്കെ താൻ പേരങ്ങനെ എഴുതാറുണ്ട്. യേശു സ്നേഹിച്ച ശിഷ്യൻ എന്നൊക്കെ മാത്രമാണ് വിവരിക്കുന്നത്. അപ്പോൾ അത് യോഹന്നാൻ സ്നാപകൻ്റെ ശിഷ്യന്മാരിൽപ്പെട്ട 2 പേരിൽ ഒരാൾ അന്ത്രയാസ് യേശുവിനെ ആദ്യം കണ്ടുമുട്ടി, മശീഹാൻ തിരിച്ചറിഞ്ഞു, തൻ്റെ സഹോദരനായ പത്രോസിനെ കണ്ടു, പത്രോസിനോട് ഈ വിവരം പറഞ്ഞ് പത്രോസിനെയും കൂട്ടി കർത്താവിൻ്റെ അടുക്കൽ ചെല്ലുന്ന രംഗമാണ് യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നാം കാണും. അവിടെ വെച്ച് പത്രോസ് എന്ന പേര് കർത്താവ് കൊടുത്തതാണ്. അവിടെ വായിക്കുന്നത് നീ യോഹന്നാൻ്റെ പുത്രനായ ശീമോൻ ആകുന്നു, നിനക്ക് കേഫ എന്ന പേരാകും. അപ്പോൾ പത്രോസ് എന്ന പേര് തന്നെ യേശു കർത്താവ് ഇട്ട പേരാണ്. കേഫ എന്ന പേരാകും എന്ന് പറഞ്ഞു. അത് പത്രോസ് എന്നാകും. നമ്മുടെ മലയാളം തർജ്ജമയിൽ അങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്. എന്നാൽ മറ്റ് ചില തർജ്ജമകൾ, പ്രത്യേകിച്ച് കത്തോലിക്കയുടെ തർജ്ജമയിലൊക്കെ ഈ വേദഭാഗം ഞാൻ ശ്രദ്ധിച്ചു നോക്കി. അവിടെ അവരുടെ ആശയത്തോട് കുറച്ചുകൂടി അടുപ്പം കിട്ടാൻ വേണ്ടി ആയിരിക്കണം അവിടെ തർജ്ജമ ചെയ്തിട്ടുള്ളത് കേപ്പ എന്ന പേരാകും. അതിനെ എഴുതിയിരിക്കുന്നത് അതിൻ്റെ അർത്ഥം പാറ എന്നാണ്. അങ്ങനെയാണ് അവർ ആ പുസ്തകത്തിലെ തർജ്ജമകളിലൊക്കെ എഴുതി വെച്ചിട്ടുള്ളത്. അതിൻ്റെ ആശയം നമുക്കറിയാം. അവർ അങ്ങനെ ഒരു ആശയം പഠിപ്പിക്കുന്നവരായതുകൊണ്ട് പത്രോസേ നീ പാറയാകുന്നു എന്ന് പറയാൻ വേണ്ടി അങ്ങനെ ഒരു തർജ്ജമ അവർ ഉണ്ടാക്കി വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ പ്രൊഫസറിൽ വിശ്രമിക്കുന്ന സൈലസ് അങ്കിള് പലപ്പോഴും പറയാറുള്ള ഒരു വാചകം ഞാൻ ഈ സമയത്ത് ഓർത്തുപോയി. ഇതെങ്ങനെയാണ്? വേദപുസ്തകത്തിൽ പല തർജ്ജമകളുണ്ടായിട്ടുണ്ട്. നമ്മുടെ കയ്യിലിപ്പോൾ ഉള്ളൊരു തർജ്ജമ മാത്രമൊന്നുമില്ല, മലയാളത്തിൽ മാത്രമല്ല ഇംഗ്ലീഷിൽ പല ഭാഷകൾ. ഓരോ തർജ്ജമയും ഓരോ വ്യാഖ്യാനമാണ് എന്ന് അദ്ദേഹം പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തർജ്ജമക്കാരൻ ചില രീതിയിൽ ആ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അത് അവൻ്റെ വ്യാഖ്യാനത്തിനനുസരിച്ച് ആ വാക്കുകൾ ഉപയോഗിക്കും. അത് എല്ലാ ക്രിസ്തീയ വിഭാഗങ്ങളും അങ്ങനെ ചെയ്യാറുണ്ട്. വേദപുസ്തകത്തിലെ പല സത്യങ്ങളും അങ്ങനെ തന്നെയാണ് അവതരിപ്പിക്കാറുള്ളത്. ഞാൻ ഈ അടുത്ത ദിവസം നമ്മുടെ ഇടയിലൊക്കെ പ്രചാരത്തിലുള്ളതായ വേദപുസ്തക നിഘണ്ടു എന്ന് പറഞ്ഞ മലയാളത്തിലൊരു പുസ്തകമുണ്ട്. ഇത് എനിക്ക് ആരോ ഒരിക്കൽ തന്നതാണ്. ഞാനത് അങ്ങനെ ഉപയോഗിക്കാറില്ല. എന്നാൽ ഒരു ദിവസം ഞാൻ വെറുതെ ഒന്ന് അത് ഓടിച്ചു നോക്കി. വലിയ പുസ്തകമാണ്. അത് തിരുവല്ലയിലുള്ള GLS അല്ല CLS ക്രൈസ്തവ സാഹിത്യ സമിതിയാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അത് CSIക്കാരാണോ അതോ മർത്തോമക്കാരാണോ എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. അവരാണ് അത് ഇംഗ്ലീഷ് തർജ്ജമയാണ്. അതിൽ സ്നാനം എന്ന വാക്ക് അർത്ഥം കൊടുക്കാനായിട്ട് ഞാൻ പല വാക്കുകൾ അതിൻ്റെ അർത്ഥത്തിൽ നോക്കിയപ്പോൾ അർത്ഥമൊന്നും ശരിക്കും കൊടുത്തിട്ടില്ല. എന്നാൽ സ്നാനം എന്ന വാക്കിൻ്റെ അർത്ഥം നോക്കാൻ ഞാൻ വേണ്ടി നോക്കി. സ്നാനം എന്ന വാക്കിന് എനിക്ക് അർത്ഥം അറിയാഞ്ഞിട്ടില്ല. ഇവരെന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന് അറിയാൻ വേണ്ടി നോക്കിയപ്പോഴേ സ്നാനം എന്ന വാക്കിന് ഒരു വലിയ വിശദീകരണമാണ്. 2-3 പേജ് വിശദീകരണമാണ്. എന്നിട്ട് അവർ സ്ഥാപിച്ചിരിക്കുന്നത് മാമോദിസ അല്ലെങ്കിൽ ശിശു സ്നാനമാണ് ശരിയായ സ്നാനം എന്ന് അവർ സ്ഥാപിച്ചെടുത്തിരിക്കുക. അപ്പോൾ സ്നാനം എന്ന് പറഞ്ഞാൽ ഇന്നതാണെന്ന് മാത്രം വേദപുസ്തകത്തിൽ പറഞ്ഞാൽ പോരാ. അവരുടേതായ പ്രസിദ്ധീകരണമായതുകൊണ്ട് അവരുടേതായ വ്യാഖ്യാനം കൊടുത്തുകൊണ്ട് ആളുകളെ ആ നിലയിൽ ധരിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു പ്രവണത കാണാം. ഇത് ഏത് ഗ്രന്ഥങ്ങൾ വായിച്ചാലും കാണാനായിട്ട് സാധിക്കും. ഞാൻ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഈ പുസ്തകങ്ങളൊക്കെ വായിക്കുന്ന എനിക്ക് വലിയ താല്പര്യമുള്ള ആളാണ്. അതുകൊണ്ട് വളരെ വർഷങ്ങൾക്ക് മുമ്പ് ചില പുസ്തകങ്ങളൊക്കെ വാങ്ങി വെച്ചിട്ട് ഇപ്പോഴാണ് ഈ അടുത്തൊക്കെയാണ് ഞാൻ അത് കാര്യമായിട്ട് വായിച്ചു നോക്കാനായിട്ട് 10-20-25 കൊല്ലം മുമ്പൊക്കെ വളരെ ചെറിയ വിലയ്ക്ക് ഞാൻ വാങ്ങിച്ചിട്ടുള്ള ചില പുസ്തകങ്ങൾ. അപ്പം ഞാൻ ഇങ്ങനെ വായിച്ചുകൊണ്ട് ഈ പുസ്തകങ്ങളൊക്കെ വായിക്കുന്ന പ്രവണതയുള്ള ആളായതുകൊണ്ട് എന്നോട് ഇന്ന് കർത്തസഞ്ജയ് വിശ്രമിക്കുന്ന KP ശ്യാമസഹോദരൻ എന്നോടൊരു കാര്യം, നീ പുസ്തകങ്ങളൊക്കെ വായിക്കുന്നത് കൊള്ളാം, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ളത് നമ്മുടെ സഭക്കാരൊന്നുമല്ല, എല്ലാം പലതും പല വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. അതുകൊണ്ട് വായിക്കുമ്പോൾ ഒരു കാര്യം നീ ശ്രദ്ധിക്കണം എന്ന് അദ്ദേഹം എന്നോട് ഒരു മുന്നറിയിപ്പ് തന്നു. അതെന്താണെന്ന് അറിയാമോ?
ഏത് സഭാവിഭാഗത്തോടാണോ ഈ ഗ്രന്ഥകാരൻ യോജിച്ച് നിൽക്കുന്നതെങ്കിൽ ആ സഭയുടെ ആശയങ്ങൾ അയാൾ അറിയാതെ തന്നെ ആ വ്യാഖ്യാന ഗ്രന്ഥത്തിൽ കുത്തിച്ചെലുത്താനായിട്ട് ശ്രമിക്കും. അതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടുകൂടെ വായിക്കണം. അവരുടെ ആശയങ്ങൾ ഒരു തരത്തിലും എടുക്കരുത്. വളരെ ശ്രദ്ധയോടുകൂടെ പുസ്തകങ്ങൾ വായിക്കണമെന്ന് എന്നോട് പറഞ്ഞു. ഞാനത് വളരെ ശ്രദ്ധിക്കാറുണ്ട്. കാരണം ഞാനത് പറഞ്ഞതിന് ശേഷം ശ്രദ്ധിച്ചപ്പോൾ വളരെ പ്രശസ്തരായ ലോകപ്രസിദ്ധരായ ഗ്രന്ഥകാരന്മാരെ ചില പുസ്തകങ്ങൾ ഞാൻ വായിച്ചപ്പോൾ ചില സ്ഥലങ്ങളിൽ വരുമ്പോൾ അവർ ഉൾപ്പെട്ട് നിൽക്കുന്ന വിഭാഗത്തിൻ്റെ ആശയങ്ങൾക്ക് പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് ആ വേദഭാഗം വ്യാഖ്യാനിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അത് ഞാൻ വായിച്ചപ്പോഴാണ് ഞാൻ ഒരു കാര്യം ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. പലപ്പോഴും നാം ആ പ്രവണത കാണിക്കുന്നവരാണ്. എന്ന് പറഞ്ഞാൽ നാം ഏത് വിശ്വസിക്കുന്നു ആ വിശ്വാസത്തിന് അനുസൃതമായിട്ട് ഏതെങ്കിലും വേദഭാഗം വ്യാഖ്യാനിക്കാനും പ്രസംഗിക്കാനും പഠിപ്പിക്കാനും ഒക്കെ ശ്രമിക്കുന്നവരാണ്. എന്നാൽ വേദപുസ്തകം പഠിക്കേണ്ടത് അങ്ങനെയല്ല. വേദപുസ്തകം പഠിക്കേണ്ടത് ഇംഗ്ലീഷിൽ ഒരു ഒബ്ജക്റ്റീവ് വ്യൂ എന്നുള്ള ആശയത്തിലാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടേതായ മുൻവിധി കൂടാതെ ഉള്ളത് എങ്ങനെയാണോ അത് അതുപോലെ വായിച്ച് മനസ്സിലാക്കാനായിട്ട് നാം ശ്രമിക്കണം. ഇത് വളരെ ശ്രദ്ധയോടുകൂടി നാം പഠിക്കേണ്ടതാണ്. കാരണം അതിനെപ്പറ്റി ഇപ്പോൾ പറയാനായിട്ട് സമയമെടുത്താൽ നമ്മുടെ വിഷയം മുമ്പോട്ട് പോകില്ല. അതുകൊണ്ട് ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. തീത്തോസിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യങ്ങളൊക്കെ ഞാൻ വായിച്ചു നോക്കിയപ്പോൾ നമ്മുടെ തർജ്ജമ വായിച്ചാൽ ആ ആശയമൊന്നും വളരെ പിടികിട്ടുകയില്ല. ഞാൻ മറ്റു ചില തർജ്ജമകൾ വായിച്ചപ്പോൾ വളരെ ലളിതമായി NIV ഒക്കെ വായിച്ചു നോക്കിയാൽ ലളിതമായി അത് വളരെ വ്യക്തമായിട്ട് വചന ശുശ്രൂഷ എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ ഒരു ഗ്രന്ഥകാരൻ എഴുതിയൊരു വാചകം ഇങ്ങനെയാണ് വായിച്ചത്. മുൻവിധിയോടുകൂടെ ദൈവവചന ശുശ്രൂഷകൾ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അപ്പോസ്തലനായ പൗലോസ് വളരെ കൃത്യതയോടുകൂടെ ദൈവവചനം എന്താണ് പറയുന്നത് എന്ന് കാഴ്ചപ്പാടോടുകൂടെ വചനം അവതരിപ്പിക്കുന്നു. ഇത് നാം പാലിക്കണം എന്ന ഒരു ഗ്രന്ഥകാരൻ ആ വാക്യത്തെ ആസ്പദമാക്കി എഴുതിയ വാചകം എന്നെ ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങനെയാണ് ഞാൻ തീത്തോസിൻ്റെ ലേഖനം വായിച്ച് ആ കാര്യം ശ്രദ്ധിക്കാനായിട്ട് ഇടയായത്. നമുക്ക് മലയാളത്തിലുള്ള തർജ്ജമ വായിച്ച പെട്ടെന്ന് കാര്യം മനസ്സിലാകാത്ത ഒരു ഭാഷാ പ്രയോഗമാണ് തീത്തോസിൻ്റെ ലേഖനത്തിൽ 1-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 3 വാക്യങ്ങളിൽ എഴുതപ്പെട്ടു. അങ്ങനെ എല്ലാ ആശയം ഇംഗ്ലീഷ് അറിയാവുന്നവർ NIV വായിച്ചു നോക്കുക, മലയാളം മാത്രം അറിയാവുന്നവരാണെങ്കിൽ POC തർജ്ജമ ഒന്ന് വായിച്ചു നോക്കുക. അവിടെ എഴുതിയ ലളിതമായ വളരെ മനോഹരമായിട്ട് അപ്പോസ്തലനായ പൗലോസ് തൻ്റെ വചന ശുശ്രൂഷയുടെ പ്രത്യേകത വിവരിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഓരോ വ്യാഖ്യാനവും ഓരോ തർജ്ജമയും ഓരോ വ്യാഖ്യാനമാണ് എന്നുള്ളത് ശരിയായ കാര്യമാണ്. നമ്മളത് വളരെ ശ്രദ്ധയോടുകൂടി വായിക്കണം. അപ്പോൾ ഇവിടെ മത്തായി എഴുതുമ്പോൾ ഗലീലക്കാരനാണ് താൻ എന്നുള്ള ആശയത്തിൽ തന്നെയാണ് ഗലീല കടൽപ്പുറത്ത് താൻ നടക്കുന്നു എന്ന് പറയുന്നു. ഇവിടെ കർത്താവ് നടക്കുന്നത് പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഗലീലക്കാരായ ചില വ്യക്തികളെ തൻ്റെ ശിഷ്യന്മാരാക്കാൻ അല്ലെങ്കിൽ അപ്പോസ്തലന്മാരാക്കാൻ തിരഞ്ഞെടുക്കാൻ വേണ്ടിയാണ്. ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് പത്രോസും അന്ത്രയാസും യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ വായിച്ചപ്പോൾ യേശുവിനെ കണ്ടുമുട്ടിയ രംഗമാണ്. കർത്താവിൻ്റെ കൂടെ ആ ശിഷ്യത്വം സ്വീകരിച്ച അല്ലെങ്കിൽ കർത്താവിൻ്റെ പിന്നാലെ ഇറങ്ങി പുറപ്പെട്ടതായ വ്യക്തിയാണ്. അതെങ്ങനെ മനസ്സിലാക്കാം? ലൂക്കോസിൻ്റെ സുവിശേഷം നമ്മൾ നോക്കുക, 5-ാം അധ്യായത്തിലെ ഒരു വാക്യം ഞാൻ നിങ്ങൾ വായിച്ച് കേൾപ്പിച്ചു തരാം. ലൂക്കോസ് സുവിശേഷം 5-ാം അധ്യായത്തിൽ 3-ാം വാക്യം. ആ പടകുകളിൽ ശീമോനുള്ളതായ ഒന്നിൽ അവൻ കയറി കരയിൽ നിന്ന് അല്പം നീക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു. മതി. ഇവിടെ ശിമോനോടുള്ള, അത് പത്രോസിനോടുള്ള കാര്യമാണ് പറയുന്നത്. ശിമോനുള്ള പടകിൽ കയറി ഇരുന്ന് കുറച്ച് നീക്കണം. അത് എന്തുകൊണ്ടാണെന്നറിയാമോ? ശിമോനുമായിട്ടുള്ള ബന്ധം കർത്താവ് സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ. അപ്പോൾ ശിമോന് പരിചയമുണ്ട്. ശിമോൻ തൻ്റെ പഴയ പണി ഉപേക്ഷിച്ചിട്ടൊന്നുമില്ല. കർത്താവിൻ്റെ പിന്നാലെ മിശിഹയാണെന്ന് തിരിച്ചറിഞ്ഞ് തൻ്റെ ശിഷ്യനായി പിൻഗമിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു അന്ത്രയാസും ഈ പത്രോസും. എന്നാൽ ഇവിടെ നാം കാണുന്നത് രണ്ടാമത്തെ കണ്ടുമുട്ടലാണ് എന്ന് നാം മനസ്സിലാക്കണം. അവിടെ ശ്രദ്ധിക്കുക, ഈ വാക്യം നാം വായിക്കുമ്പോൾ മീൻ പിടിക്കാനായി 2 സഹോദരന്മാർ കടലിൽ വല വീശുന്നത് കൊണ്ടു. എൻ്റെ പിന്നാലെ വരുവിൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് അവരോട് പറഞ്ഞു.
ഒരു വ്യക്തിയെ മുട്ടുമ്പോൾ ആദ്യമായിട്ട് പറയുന്ന ഭാഗമല്ല ഇത്. കാരണം അതിൻ്റെ വാക്ക് ശ്രദ്ധിച്ചറിയാം. സുവിശേഷം നാം ആദ്യമായിട്ട് കേൾക്കുന്ന ആളോട് എന്താ പറയുന്നത്? സുവിശേഷമാണ് പറയുന്നത്, അല്ലെങ്കിൽ കർത്താവിനെക്കുറിച്ചുള്ള ആദ്യ കാര്യം. കുറച്ച് പരിചയിച്ച് കഴിയുമ്പോഴാണ്, ദൈവവചനം പരിചയിച്ച് കഴിയുമ്പോഴാണ് മറ്റുള്ള കാര്യങ്ങൾ പറയുന്നത്. അതുപോലെയുള്ള രണ്ടാമത്തെ കണ്ടുമുട്ടലാണ് ഇത്. അവിടെ പറയുന്നത്, ഇവിടെ നാം വായിക്കുന്നത്, അവർ മീൻപിടുത്തക്കാരാണ്, വല വീശുന്നത് കണ്ടു. എന്നിട്ട് പറയുന്നത്, എൻ്റെ പിന്നാലെ വരുവിൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് പറയും. താഴോട്ട് വായിച്ചാൽ സെബദിപുത്രന്മാരാണ് ഇവർ രണ്ടുപേര്, യോഹന്നാനും യാക്കോബും. ഈ 4 പേര്, 4 മുക്കുവരായ വ്യക്തികളെ കർത്താവ് തൻ്റെ അരികെ വിളിക്കുന്ന രംഗമാണിത്. ഈ ഭാഗം നാം ശ്രദ്ധിച്ച് വായിച്ചു നോക്കിയാൽ ഒന്നാമത് തൻ്റെ വിളിയുടെ രംഗം യോഹന്നാന്റെ സുവിശേഷത്തിൽ നാം കാണും. രണ്ടാമത്തെ രംഗമാണ് ഈ ഭാഗം. രണ്ടാമത്തെ രംഗത്ത് ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള വിളിയാണ് ഇവിടെ. കർത്താവിന് പിന്നാലെ വരാൻ അനുഗമിക്കാൻ പറയുമ്പോഴും നിങ്ങളെ മീൻ പിടിക്കുന്നവരെന്നുള്ള നിലയിൽ നിന്ന് നിങ്ങളെ മാറ്റി മനുഷ്യരെ പിടിക്കുന്നവരാക്കും. അപ്പോൾ ഒരു ശുശ്രൂഷ രംഗത്തേക്ക് വിളിക്കുന്ന രംഗമാണ്. മൂന്നാമത് ഇതേ ശിഷ്യന്മാരെ അപ്പോസ്തലപ്രവൃത്തി മത്തായി സുവിശേഷം 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ നാം കാണുന്നത് അതിൻ്റെ ആദ്യത്തെ വാക്യം, അനന്തരം അവൻ തൻ്റെ 12 ശിഷ്യന്മാരെയും അവൻ്റെ അടുക്കൽ വിളിച്ചു, അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാനും സകലവിധ ദീനവും വ്യാധിയും പൊറുപ്പിപ്പാനും അവർക്ക് അധികാരം കൊടുത്തു. ഇവിടെ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇവിടെ ഇതാ വലിയ കൂട്ടം ആളുകൾ കർത്താവിന് ശിഷ്യന്മാരായിട്ട് പിന്നാലെയുണ്ട്. അതിൽ നിന്ന് 12 പേരെ, 12 എന്ന വാക്ക് പല സ്ഥലത്ത് ഉപയോഗിച്ചാൽ കാണാൻ സാധിക്കും. അപ്പോസ്തലന്മാരായി തിരഞ്ഞെടുത്തുവാൻ 2-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗത്ത് 12 അപ്പോസ്തലന്മാർ. ഇപ്പോൾ ഇവിടെ നാം കാണുന്നത് പ്രത്യേകമായ ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള വിളിയാണത്. ഒന്നാമത്തെ വിളി തൻ്റെ പിന്നാലെ വരാനായിട്ട് ശിഷ്യന്മാരായി തീരാനുള്ള വിളിയാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ. 2-ാം ഭാഗമാണ് മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൽ. അവിടെ ശുശ്രൂഷ കൊടുക്കുന്നുണ്ട്, നിങ്ങളെ മീൻ പിടിക്കുന്നവരിൽ നിന്ന് മനുഷ്യരെ പിടിക്കുന്നവരാക്കും. ഇവിടെ മൂന്നാമത് നാം കാണുന്ന അതിനേക്കാൾ ഉയർന്ന തലത്തിലുള്ള വിളിയാണ്, പ്രത്യേക വിളിയാണത്. 12 പേർക്ക് മാത്രമായിട്ട് അപ്പോസ്തലന്മാർ എന്നുള്ള പേര് കൊടുത്ത് വിളിക്കുന്നു. നാം പലപ്പോഴും ശിഷ്യന്മാർ എന്ന് പറയുന്നത് അപ്പോസ്തലന്മാരും തത്തുല്യമായിട്ട് പലരും പറയുന്നതായിട്ട് കേൾക്കാം. ശിഷ്യന്മാർ എന്ന് പറഞ്ഞാൽ കർത്താവിനെ അനുഗമിക്കുന്ന വലിയൊരു കൂട്ടം ആളുകൾ ശിഷ്യന്മാരുണ്ട്. 70 പേരുടെ കാര്യം നാം വായിക്കുന്നുണ്ട്. എന്നാൽ അതിൽ നിന്നും ഉയർന്ന തലത്തിലേക്ക് മാറ്റിയിട്ടാണ് അപ്പോസ്തലൻ എന്ന പേരിൽ 12 പേരെ വിളിക്കും. അതായത് 3 സ്റ്റേജസ് കാണാൻ സാധിക്കും. കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇവരെ വിളിക്കുമ്പോൾ 3 സ്റ്റേജ്. 1, കർത്താവിൻ്റെ പിന്നാലെ വരുന്നു. 2, ശുശ്രൂഷ ലഭിക്കുന്നു. പിന്നീട് കുറച്ച് കഴിയുമ്പോൾ പ്രത്യേകമായ ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താവ് അവരെ വേർതിരിക്കും. ഈ സ്റ്റേജസ് ലഭിച്ചു കഴിയുമ്പോഴാണ് അവരെ ഏറ്റവും ഉന്നതമായ സ്ഥാനത്തേക്ക് എത്തുകയും കർത്താവിനോട് വളരെ അടുത്ത് പെരുമാറുകയും ചെയ്യുന്നു. മർക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് നാം വന്നാൽ, മർക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 13, 14, 15 വാക്യങ്ങളൊന്ന് വായിക്കുക. പിന്നെ അവൻ മലയിൽ കയറി തനിക്ക് ബോധിച്ചവരെ അടുക്കൽ വിളിച്ചു. അവർ അവൻ്റെ അരികെ വന്നു. അവൻ തന്നോട് കൂടെ ഇരിപ്പാനും പ്രസംഗിക്കേണ്ടതിന് അയപ്പാനും ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരമുണ്ടാകുവാനും 12 നിയമിച്ചു. മതി, 12 നിയമിച്ചു. 12 നിയമിക്കുമ്പോൾ പ്രത്യേകമായ കാര്യമുണ്ട്. അവരോട് പറയുന്നത് എന്താ? മറ്റ് ശിഷ്യന്മാരൊക്കെ ഉണ്ട്, അവരൊക്കെ കർത്താവിനെ വന്ന് കാണുന്നവരും പിന്നാലെ പോകുന്നവരൊക്കെയാണ്. എന്നാൽ ഇവിടെ പ്രത്യേകിച്ച് പറയുന്നത് എന്ന് പറയുമ്പോൾ തനിക്ക് ബോധിച്ചവരെ വിളിച്ചു. പിന്നെ അവൻ തന്നോടുകൂടെ ഇരിപ്പാനും പ്രസംഗിക്കേണ്ടതിനയപ്പാനും ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരം ഉണ്ടാകുവാനും 12 ലഭിച്ചു. എന്നാൽ ഒരു പ്രത്യേകമായ ശുശ്രൂഷ കൊടുക്കുവാൻ, തന്നോടുകൂടെ എപ്പോഴും ഉണ്ടാകുവാനായിട്ടുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുത്തത്. ഇത് എല്ലാ ആൾക്കാർക്കും ഇതുപോലെയുള്ള ശുശ്രൂഷ രംഗത്ത് ഈ 3 സ്റ്റേജൊന്നും വരണം എന്ന നിർബന്ധമൊന്നുമില്ല. എന്നാൽ അപ്പോസ്തലൻ പൗലോസിനെ കുറിച്ച് നാം വായിക്കുമ്പോൾ ഈ 3 സ്റ്റേജസും ഉണ്ടതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതെങ്ങനെയാണെന്ന് മനസ്സിലാക്കാമോ?
അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിലേക്ക് വരാം. ശൗലിൻ്റെ മാനസാന്തരത്തെക്കുറിച്ച് പറയുന്ന രംഗമാണ് അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം. അവിടെ നാം കാണുന്നത് അത് വായിക്കാതെ തന്നെ നമുക്കറിയാം. 4 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിലാണ് ശൗലിൻ്റെ മാനസാന്തരം, അഥവാ ശൗല് കർത്താവിനെ കർത്താവായും രക്ഷിതാവായും സ്വീകരിക്കുന്ന ആ രംഗം അവിടെ കാണും. അത് ആദ്യത്തെ സ്റ്റേജാണ്. രണ്ടാമത്തെ സ്റ്റേജ് നാം കാണുന്നത് അതിനെ തുടർന്ന് അവൻ സ്നാനപ്പെടുന്നു, ഇതൊക്കെ നാം കാണുന്നുണ്ടല്ലോ. എന്നാൽ പിന്നീട് നാം കാണുന്നത് 17 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ 19-ാമത്തെ വാക്യം വായിച്ചു നോക്കുക. അവൻ ദമസ്കോസിലുള്ള ശിഷ്യന്മാരോട് കൂടെ കുറേ നാൾ പാർത്തു. യേശു തന്നെ ദൈവപുത്രൻ എന്ന് പള്ളികളിൽ പ്രസംഗിച്ചു. ഇനി 22-ാം വാക്യം. ശൗലോ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു. യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ചു ദമസ്കോസിൽ പാർക്കുന്ന യഹൂദന്മാരെ മിണ്ടാതാക്കി. അപ്പോൾ കർത്താവിനെ കണ്ടുമുട്ടി പിന്നീട് ശുശ്രൂഷകൾക്ക് വേണ്ടി അവൻ ഇറങ്ങുന്ന രംഗമാണ് നാം അവിടെ വായിക്കും. 19 മുതൽ 22 വരെയുള്ള വാക്യത്തിൽ നാം കാണുന്നത് അവൻ പ്രസംഗിക്കുന്നു, വളരെ ശക്തമായി പ്രസംഗിക്കുന്നു. മാത്രമല്ല യഹൂദന്മാർക്ക് തെളിയിച്ചു കൊടുക്കുകയാണ് യേശു തന്നെ ക്രിസ്തു എന്ന്. എന്നാൽ 13-ാം അധ്യായത്തിലേക്ക് വന്നാൽ, അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ പൗലോസിനെ കുറിച്ചുള്ള പ്രത്യേക ശുശ്രൂഷയെക്കുറിച്ചുള്ള 3-ാമത്തെ സ്റ്റേജ് കാണാൻ സാധിക്കും. അതിൻ്റെ 13-ന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വേഗത്തിൽ വായിക്കാം. അന്ത്യോക്യയിലെ സഭയിൽ ബർന്നബാസ്, നീഗർ എന്നു പേരുള്ള ശീമോൻ, കുറേനക്കാരനായ ലൂക്യാസ്, ഇടപ്രഭുവായ ഹെരോദാവോട് കൂടെ വളർന്ന മനായേൽ, ശൗൽ എന്നീ പ്രവാചകന്മാരെയും ഉപദേഷ്ടാക്കന്മാരും ഉണ്ടായിരുന്നു. അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പിനെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. അങ്ങനെ അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ച് അവരെ പറഞ്ഞയച്ചു. അപ്പോൾ അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിൽ തന്നെ ശൗല് ശക്തമായി പ്രസംഗിക്കുകയും യഹൂദന്മാരും ഇണ്ടാതാക്കുകയൊക്കെ ചെയ്ത് ശുശ്രൂഷ ഇതാണ്. എന്നാൽ ഇവിടെ പറയുന്നത് ഞാൻ വിളിച്ചിരിക്കുന്ന വേലയ്ക്ക് വേണ്ടി അവരെ വേർതിരിപ്പിൻ എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രത്യേകമായ ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിക്കപ്പെടുന്ന 3-ാമത്തെ സ്റ്റേജാണ് പൗലൂസിൻ്റേത് കാണാൻ സാധിക്കും. ഇതെല്ലാവർക്കും അങ്ങനെ ആയിക്കൊള്ളണം എന്ന് നിർബന്ധമില്ല. കാരണം അപ്പോസ്തല മത്തായി സുവിശേഷത്തിൽ നാം വായിക്കുന്നതായ ഈ 4-ാം അധ്യായത്തിൽ തന്നെ യാക്കോബും യോഹന്നാനും ഇങ്ങനെ 3 സ്റ്റേജസ് ഉണ്ടായോ എന്നൊന്നും വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായത്തിൽ യോഹന്നാൻ സ്നാപകൻ്റെ ശിഷ്യന്മാരിൽ ഒരാൾ യോഹന്നാൻ തന്നെ ആയിരിക്കണം എന്ന് സ്വാഭാവികമായിട്ട് മനസ്സിലാക്കാം. എന്നാൽ അതിന് വ്യക്തമായ തെളിവില്ല. മറ്റ് ശിഷ്യന്മാരെക്കുറിച്ചൊന്നും അങ്ങനെ വ്യക്തമായിട്ട് എഴുതിയതായിട്ടും നാം മനസ്സിലാക്കുന്നില്ല. മത്തായി സുവിശേഷത്തിൽ മത്തായിയെക്കുറിച്ച് നാം വായിക്കുന്നത്, മത്തായി ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞ ആളാണ്. പക്ഷേ മത്തായിക്കും ഒരു വിളി വന്നു, താൻ അവിടെ ഇരിക്കുമ്പോൾ എൻ്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞു. അവൻ ചുങ്കസ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് അവനോടുകൂടെ പോയി. ഈ കാര്യം നാം ആദ്യ സമയത്ത് ചിന്തിച്ചതാണ്. അതുകൊണ്ട് ആ ഭാഗം ഞാൻ ഇപ്പോൾ വിശദീകരിക്കുന്നില്ല. പിന്നീട് അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിലും മത്തായി ഉൾപ്പെടുത്തിയതായിട്ട് നാം കാണാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ ഓരോ പ്രത്യേക ദൗത്യങ്ങൾ കർത്താവ് ഓരോരുത്തരെ ഏൽപ്പിക്കുമ്പോൾ അത് പ്രത്യേക ലക്ഷ്യത്തോടു കൂടെയാണ് ഏൽപ്പിക്കുന്നത്. ചിലപ്പോൾ സാധാരണ ശുശ്രൂഷകൾക്ക് മാത്രമായിട്ടായിരിക്കും ചിലരെ ദൈവം വിളിക്കുന്നത്. എന്നാൽ ചിലർക്ക് അതിനേക്കാൾ കവിഞ്ഞ പ്രത്യേകമായ ശുശ്രൂഷകൾ ഇവർക്ക് അപ്പോസ്തലത്വം നൽകി 12 പേരാണ്, 12 പേർ എന്ന പേരിലാണ് അവരറിയപ്പെടുന്നത്. ഇനി ഈ 12 പേരിൽ തന്നെ 3 പേര് അപ്പോസ്തലന്മാരായ യാക്കോബ്, പത്രോസ്, യാക്കോബ്, യോഹന്നാൻ 3 പേർക്കും അതിൽ തന്നെ ചില പ്രത്യേകതകൾ കർത്താവ് കൽപ്പിച്ചിരുന്നു. നമുക്കറിയാം, യായിറോസിൻ്റെ മകളെ ഉയർപ്പിച്ച സമയത്ത്, ചരിത്രമൊന്നും വായിക്കേണ്ട, മർക്കോസിൻ്റെ സുവിശേഷത്തിൽ അത് വായിക്കുന്നുണ്ട്. യായിറോസിൻ്റെ മകൾ ഉയർപ്പിച്ച സമയത്ത് 3 പേരെയാണ് കൊണ്ടുപോകാനായിട്ട് അനുവദിച്ചത്. ഈ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും മാത്രമാണ് കൊണ്ടുപോയത്. പിന്നീട് മറുരൂപമലയിലേക്ക് കർത്താവ് പോയ സമയത്ത് ഈ 3 ശിഷ്യന്മാരെ മാത്രമാണ് കൊണ്ടുപോയത്. പിന്നീട് നമുക്കറിയാം, ഗത്ശമന തോട്ടത്തിൽ പ്രാർത്ഥിക്കാനായിട്ട് കർത്താവ് ആ വളരെ അതിവേദനയിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നോട് കൂടെ പ്രാർത്ഥിക്കാൻ തിരഞ്ഞെടുത്ത 3 പേരാണ് പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. അപ്പോൾ 12 അപ്പോസ്തലന്മാരെ പ്രത്യേക ശുശ്രൂഷയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തെങ്കിലും
അതിൽ തന്നെ 3 പേരെ കർത്താവ് തിരഞ്ഞെടുത്തു. അപ്പോൾ കർത്താവ് പക്ഷപാതം കാണിക്കുന്ന ആളാണോ? ദൈവത്തിൻ്റെ സർവാധികാരത്തെ ചോദ്യം ചെയ്യാനായിട്ട് നമുക്ക് അവകാശമില്ല. ഈ ഭാഗം നാം വായിക്കുമ്പോൾ കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രത്യേകമായി തിരഞ്ഞെടുത്ത ഈ വ്യക്തികൾ വലിയ വില കൊടുത്തിട്ടാണ് കർത്താവിൻ്റെ പിന്നാലെ വന്നത്. ഈ വേദഭാഗത്ത് നാം ശ്രദ്ധിച്ചാൽ നമുക്കറിയാം. അവിടെ നാം വായിക്കുന്നത് ഒന്നാമതായിട്ട് നാം കാണുന്നത്, ഉടനെ അവർ 20-ാം വാക്യം, ഉടനെ അവർ വല വിട്ടേച്ച് അവനെ അനുഗമിച്ചു. 22-ാം വാക്യം, അവരും ഉടനെ പടകിനെയും അപ്പനെയും വിട്ട് അവനെ അനുഗമിച്ചു. ഇവിടെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞിട്ട് മുമ്പോട്ട് പോകട്ടെ. യേശു ക്രിസ്താവ് ഇപ്പോൾ അവിടെ ശുശ്രൂഷ രംഗത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. നാം മുമ്പ് വായിച്ചല്ലോ, 17-ാം വാക്യത്തിൽ താൻ പ്രസംഗിക്കാൻ തുടങ്ങി. കർത്താവിൻ്റെ കൂടെ വലിയ സമൂഹമൊന്നുമില്ല, വലിയ പ്രസ്ഥാനവുമില്ല, വലിയ സഭയോ സംഘടനയോ ഒന്നും തന്നെ തനിക്ക് പിൻബലമായിട്ടില്ല. അപ്പോൾ കർത്താവിൻ്റെ പിന്നാലെ പുറപ്പെടുമ്പോൾ ഈ മുക്കുവന്മാരായ സാധാരണക്കാരായ ശിഷ്യന്മാർക്ക് കാണാനും കേൾക്കാനുമായിട്ട് ഒന്നും തന്നെയില്ല. അവരെ കർത്താവിനെ വ്യക്തിപരമായി അനുഗമിച്ചു. ഇവിടെയാണ് അതാണ് പറയുന്നത്. ഞാൻ ഈ കാര്യത്തിലൊന്ന് ഊന്നൽ കൊടുത്ത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്രിസ്ത്യാനി ആകുക എന്ന് പറഞ്ഞാൽ ഒരു സഭയിൽ ചേരുന്നതോ ചില പ്രമാണങ്ങൾ അനുഷ്ഠിക്കുന്നതോ വിശ്വാസ പ്രമാണങ്ങൾ അംഗീകരിച്ച് മുമ്പോട്ട് വരുന്നതോ അല്ല. മറിച്ച് ഒരു വ്യക്തിയെ, യേശു ക്രിസ്തുവിനെ വ്യക്തിപരമായി അംഗീകരിച്ച് അനുഗമിക്കുന്നതാണ് എന്നാണ് വ്യക്തമാകുന്നത്. അതിന് മറ്റതൊക്കെ അതിന് കൂടെ വരും എന്നുള്ളത് ശരിയാണെങ്കിൽ കൂടെ ഒരു ക്രിസ്ത്യാനി അല്ലെങ്കിൽ ക്രിസ്തു വിശ്വാസി എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ, യേശു ക്രിസ്തുവിനെ തന്നെ വ്യക്തിപരമായി സ്വീകരിച്ച് അംഗീകരിച്ച് പിൻഗമിക്കുന്നതാണ് ക്രിസ്ത്യാനി. അല്ലാതെ ഒരു വലിയ സഭാ സമൂഹമുണ്ട് എനിക്ക് പിന്നിൽ, ഒരു വലിയ സംഘടനയുണ്ട് എനിക്ക്, വലിയ സംവിധാനങ്ങളുണ്ട്, അതിൽ ആകൃഷ്ടനായിട്ടല്ല ഒരു വ്യക്തി ക്രിസ്ത്യാനി ആകേണ്ടത് അല്ലെങ്കിൽ ക്രിസ്തു വിശ്വാസിയാകേണ്ടത്. യേശു ക്രിസ്തു എന്ന വ്യക്തിയുടെ പ്രഭാവത്തിലും ആ വ്യക്തിയെ അനുഗമിക്കാനുള്ളതായ വ്യഗ്രതയിലുമാണ് ഇവരെല്ലാം. 4 പേരെയും കുറിച്ച് വായിക്കുന്നത് 2 സഹോദരന്മാരുടെ ടീമാണല്ലോ ഇതിവിടെ ഞാൻ വായിക്കുന്നത്. 2 ടീമാണ്, 2 പേരും സഹോദരന്മാരാണ്. ഈ 2 പേര് അവരും ഉടനെ അവനെ അനുഗമിച്ചു. ഈ അനുഗമിക്കുന്ന സമയത്ത് അവർ 3 കാര്യങ്ങൾ ചെയ്തു, 3 പ്രത്യേക കാര്യം. ഒന്നാമത് ചെയ്തത്, അവരെ വല ഉപേക്ഷിച്ചു. വല വീശുന്നത് കണ്ടു അവർ വല ഉപേക്ഷിച്ചിട്ടാണ് കർത്താവിനെ പിന്നാലെ എന്ന് പറഞ്ഞാൽ. വല ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം തൊഴിലുപേക്ഷിച്ചു എന്നർത്ഥം. അവരുടെ വരുമാന മാർഗമാണത്. മുക്കുവരുടെ ജോലി എന്ന് പറഞ്ഞാൽ വളരെ കാഠിന്യമുള്ള ക്ലേശമുള്ള, ഇന്നും അങ്ങനെ തന്നെയാണ് മുക്കുവരായിട്ടുള്ള ആളുകൾ. ഇന്നത്തെ ആധുനിക സംവിധാനമുള്ള ബോട്ടുകളെ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. സാധാരണ മുക്കുവരെക്കുറിച്ച് നമുക്കറിയാം. അവർ വളരെ കായിക ക്ലേശമുള്ള, വളരെ പ്രതിസന്ധി നേരിട്ട് വളരെ ജീവൻ പണയം വെച്ചിട്ടാണ് ഈ മുക്കുവന്മാർ പുറംകടലിലേക്ക് പോകുന്നത്. ചിലപ്പോഴൊക്കെ അപകടം ഉണ്ടാകും, പലരും മരിക്കുന്നതൊക്കെ നാം പത്രങ്ങളും മാധ്യമങ്ങളും കാണുന്നവരാണ്. അപ്പോൾ അത്രയും ബുദ്ധിമുട്ടുള്ള ഈ ജോലി ചെയ്യുന്ന വരുമാന മാർഗമുള്ള വല ഉപേക്ഷിച്ചു. രണ്ടാമതായിട്ട് കാണുന്നത് 22-ാം വാക്യത്തിൽ അവരും ഉടനെ പടകിനെയും, അതായത് ബോട്ട്, പടക് എന്ന വാക്ക് ഞാൻ മുമ്പൊരിക്കൽ സൂചിപ്പിച്ച പോലെ മലയാളം ബൈബിളിലാണ് അധികം ഉപയോഗിച്ചത്. സാധാരണ ഭാഷയിൽ പടക് എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാം, സാധാരണക്കാർക്ക് അറിയാനായിട്ട് ബുദ്ധിമുട്ടാണ്. അതായത് അവരുടെ വള്ളം അല്ലെങ്കിൽ അവരുടെ ബോട്ട്, മീൻ പിടിക്കാരുടെ ബോട്ട് ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞാൽ അവരുടേതായ സ്വത്ത്, അതാണ് അവിടെ. അവരുടെ സാമ്പത്തിക സ്രോതസ്സുള്ളതായ ആ സ്വത്ത് അവർ ഉപേക്ഷിച്ചു എന്നാണ് നാം കാണുന്നത്. ഇത് നാം കാര്യമായിട്ട് മനസ്സിലാക്കണം. ഇതൊക്കെ ഉപേക്ഷിക്കുക എന്ന് പറയുമ്പോൾ നമ്മളൊരു വാചകത്തിൽ പറയുമ്പോൾ ഇതിൻ്റെ വില വലുതാണ്. മൂന്നാമത് കാണുന്നത്, പടകിനെയും അപ്പനെയും വിട്ട് അവനെ അനുഗമിച്ചു. അപ്പനെ വിടുക എന്ന് പറഞ്ഞാൽ എന്നർത്ഥം കുടുംബ ബന്ധങ്ങൾക്കുള്ള പ്രാധാന്യം നഷ്ടപ്പെട്ടു. ഇവരെ മുൻഗണന കൊടുക്കുന്നത് അവരെ ജോലിക്കല്ല, അവരുടെ സമ്പത്തിനല്ല, അവരുടെ കുടുംബ ബന്ധങ്ങൾക്കല്ല. കർത്താവിനെ പിൻഗമിക്കുമ്പോൾ ഈ 3നും വലിയ വില കൊടുക്കുന്നില്ല. അതൊക്കെ ഉപേക്ഷിച്ചുകൊണ്ടാണ് ഇവിടെ വായിക്കുന്നത്, അവനെ വിട്ട് അവനെ അനുഗമിച്ചു. ഈ ഭാഗം നാം വായിച്ചാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കർത്താവിനെ ശരിയായി അനുഗമിച്ച ഈ ആളുകളെ മനസ്സിൽ കണ്ടുകൊണ്ടായിരിക്കണം കർത്താവ് പിന്നീട് പഠിപ്പിച്ചതായിട്ട്. ഒരുവൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ
അവൻ പലതും ഉപേക്ഷിക്കണം, തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്ത് അനുഗമിക്കണം. തൻ്റെ അപ്പനെയോ അമ്മയോ ഭാര്യയോ മക്കളെയോ ഒക്കെ എന്നേക്കാൾ അധികം സ്നേഹിക്കുന്നവൻ എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല എന്ന് കർത്താവ് പറഞ്ഞത് ഈ ശിഷ്യന്മാരുടെ ഈ ശരിയായ അനുഗമനിക്കൽ കണ്ടുകൊണ്ടതാണ് എന്നും കൂടെ ഞാൻ മനസ്സിലാക്കുകയാണ്. എന്ന് പറഞ്ഞാൽ കർത്താവ് പിന്നീട് അത് പഠിപ്പിച്ചത്, പക്ഷേ ഇത് അന്വർത്ഥമാക്കിക്കൊണ്ടാണ് ഈ 4 പേരും 4 അപ്പോസ്തലന്മാർ അല്ലെങ്കിൽ ശിഷ്യന്മാർ ഈ പന്തിരുവരിൽപ്പെട്ട ഈ വ്യക്തികൾ അവരുടെ തൊഴിലുപേക്ഷിച്ചു, അവരുടെ സ്വത്തുപേക്ഷിച്ചു, അവരുടെ കുടുംബബന്ധവും ഉപേക്ഷിച്ച് കർത്താവിൻ്റെ പിന്നാലെ പോകുന്ന വലിയ രംഗമാണ് നാം കാണുന്നത്. ഈ ഭാഗം ഞാൻ വായിച്ചപ്പോഴേ എൻ്റെ ശ്രദ്ധയിലേക്ക് കടന്നു വന്നു. നാം കർത്താവിനെ അനുഗമിക്കാൻ അത്ര വലിയ വില കൊടുക്കുന്നവരാണോ? ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നവരോ അല്ലെങ്കിൽ പൂർണ്ണ സമയം സുവിശേഷന്മാരെന്ന് പറയുന്നവരായാലും ശരി, അവരൊക്കെ കൂട്ടത്തിൽ കാര്യങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങൾ ചെയ്യുന്ന കൂട്ടത്തിൽ ചെയ്തു പോകുന്നു. ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. ഞാനും ഇങ്ങനെയൊക്കെ ഇപ്പോൾ ഈ കുറേ ഫ്രീഡം ഉള്ളതുകൊണ്ട് കുറേയൊക്കെ സമയം ചെലവഴിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. വളരെ പരിമിതമായ സമയം മാത്രമേ കർത്താവിന് വേണ്ടി ചെലവഴിക്കാനായിട്ട് നാമൊക്കെ തയ്യാറാകുന്നു. കാരണം എന്താണെന്നറിയാമോ? കർത്താവിൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ചുള്ളതായ ശരിയായ ഉൾക്കാഴ്ചയും ബോധ്യവും നമുക്ക് വരാത്ത കാലത്തോളം പലതും ഉപേക്ഷിക്കാൻ നമുക്ക് മനസ്സുണ്ടാകുകയില്ല. കർത്താവിനെ ഏറ്റവും വലുതായി കണ്ട ഈ ശിഷ്യന്മാർ അവരെ ഉപേക്ഷിച്ചു, പടക് ഉപേക്ഷിച്ചു, അപ്പനെയും ഉപേക്ഷിച്ചുകൊണ്ടാണ് അവർ പിന്നാലെ പോകുന്നത്. എന്ത് കണ്ടുകൊണ്ടാണ്? അപ്പോൾ നമുക്ക് ആ ശിഷ്യന്മാരോടൊന്ന് ചോദിച്ചു നോക്കാം, നിങ്ങൾ എന്ത് കണ്ടുകൊണ്ടാണ് ഈ ഒരു ഗുരുവിൻ്റെ പിന്നാലെ പോകുന്നത്? അവന് വലിയ സമ്പത്തുണ്ടോ? കർത്താവ് തന്നെ പറഞ്ഞത്, എൻ്റെ പിന്നാലെ വരുന്ന എനിക്ക് ഉറങ്ങാൻ വീടില്ല, എനിക്ക് സ്വന്തമായ ഒരു സാഹചര്യമില്ല, കുറുനരികൾക്ക് കുഴിയുണ്ട്, മനുഷ്യപുത്രന് തലചായ്ക്കാൻ ഇടമില്ല എന്ന് പറയുന്ന ഈ വ്യക്തിയുടെ പിന്നാലെയാണ് ഈ ആളുകൾ പോകുന്നതെന്ന് മനസ്സിലാക്കണം. അപ്പോൾ അവരാകർഷിച്ചത് എന്താണ്? യേശുക്രിസ്തു ദൈവപുത്രനാണെന്നും മശിഹയാണെന്നും വ്യക്തമായി അവർക്ക് മനസ്സിലായപ്പോൾ ഇതിനേക്കാൾ വലുതായിട്ടും നഷ്ടപ്പെടുത്താനായിട്ട് ഒന്നും തന്നെ ഇല്ല എന്ന് അവർക്ക് തിരിച്ചറിയും. യേശുക്രിസ്തുവിനെ അനുഗമിക്കുമ്പോൾ നമുക്കുണ്ടായിരിക്കേണ്ട മുൻഗണനാക്രമം ഇവിടെ ഞാൻ സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കും. പലപ്പോഴും നാമൊക്കെ വളരെ പരിമിതമായ സാഹചര്യങ്ങളാണ് ചെയ്യുന്നത്. ചിലപ്പോഴൊക്കെ ഒരിക്കലും ആരോ പ്രസംഗിച്ചതായും കേട്ടു, നമ്മളൊക്കെ സംഭാവന അല്ലെങ്കിൽ ഇവിടെയുള്ള സ്തോത്ര കാഴ്ച ഇടുന്നതൊക്കെ നമുക്ക് 10,000 രൂപ ഉണ്ടെങ്കിലും നമ്മൾ കൊണ്ടുപോയിടുന്നത് 1,000 രൂപ അല്ലെങ്കിൽ 500 രൂപ കിട്ടും. അതായത് നമുക്ക് പരിക്ക് പറ്റാത്ത രീതിയിലുള്ളതായൊരു സംഭാവന മാത്രമേ നമ്മൾ ഇടാറുള്ളൂ. എന്ന് പറഞ്ഞാൽ വലിയ ത്യാഗമൊന്നും നമ്മൾ സഹിക്കുന്നില്ല. അതുപോലെ പല കാര്യങ്ങൾ ചെയ്യുന്നതും നമ്മൾ വലിയ ത്യാഗമൊന്നും കർത്താവിന് വേണ്ടി സഹിക്കാൻ തയ്യാറാണ്. എന്നാൽ ഈ ശിഷ്യന്മാരെ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ അത് മുക്കുവരാണ്, സമൂഹത്തിൽ വലിയ ഉന്നതരൊന്നുമല്ല, വലിയ വിദ്യാഭ്യാസം ഒന്നും അവർക്ക് ലഭിച്ചവരല്ല. സാധാരണ വിദ്യാഭ്യാസമൊക്കെ യഹൂദന്മാരെ സംബന്ധിച്ചോളം 12 വയസ്സ് വരെ ഉണ്ട്. എന്നാൽ ശാസ്ത്രിമാരോ പരീക്ഷന്മാരോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വലിയ വേദപണ്ഡിതന്മാരോ ആയ ആളുകൾ ആരെയും കർത്താവ് തിരഞ്ഞെടുത്തില്ല. സാധാരണക്കാരാണ് അന്നത്തെ ജോലി ചെയ്ത് ജീവിക്കുന്ന ഈ വ്യക്തികൾക്ക് അവരുടെ വരുമാന മാർഗം ഉപേക്ഷിച്ച് കർത്താവിൻ്റെ പിന്നാലെ പോകാൻ അതുവരെ കർത്താവ് അത്ഭുതങ്ങളും ചെയ്തിട്ടില്ല. അത് നാം മനസ്സിലാക്കണം. അപ്പോഴും കർത്താവിൻ്റെ വ്യക്തിത്വത്തെ തിരിച്ചറിഞ്ഞു. മശിഹയാണെന്നും ദൈവപുത്രനാണെന്നും നാം ഈ പ്രവാചകന്മാരിൽ കൂടെ പറഞ്ഞ് കാത്തിരിക്കുന്ന വ്യക്തി ഇതാ നമ്മുടെ മുമ്പിൽ അവതരിച്ചിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവുണ്ടായ ഈ ശിഷ്യന്മാർ സകലവും ഉപേക്ഷിക്കാൻ തയ്യാറായി. ഇവിടെ നാം വായിക്കുന്നത് മറ്റു ചില കാര്യങ്ങൾ കൂടെ അതോട് ചേർത്ത് ഞാൻ പറഞ്ഞ് മുമ്പോട്ട് പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ നാം കാണുന്ന ഒരു കാര്യം കർത്താവിനോട് കൂടെ ഇരിക്കാൻ ആണ് അവർ ഉദ്ദേശിച്ചത്. എന്ന് പറഞ്ഞാൽ കർത്താവിനോടുള്ള സഖിത്വത്തിൽ ആയിരിക്കണം. അതാണ് കർത്താവിൻ്റെ ആഗ്രഹം. യജമാനൻ്റെ കൂടെ ഇരിക്കാൻ പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ട ഒരു കൂട്ടം ആളുകളാണ് ഇവർ. രണ്ടാമത് കാണുന്നത് ഇവർ ഈ കർത്താവിൻ്റെ ആഗ്രഹത്തിന് എതിരായ തടസ്സമായി നിൽക്കുന്ന എല്ലാം ഉപേക്ഷിക്കാനായിട്ട് അവർ തയ്യാറാണ്. എന്ന് പറഞ്ഞാൽ പൂർണ്ണ സമർപ്പണത്തിൻ്റെ പാതയിലാണ് അവർ ആ കർത്താവിൻ്റെ പിന്നാലെ പോകും. നാം പലപ്പോഴും വായിക്കുന്നതാണ്, പ്രസംഗിക്കുന്നതൊക്കെയാണ് റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. നാം ഒന്ന് മനസ്സിലെത്തി ആ ഭാഗം ഒന്ന് വായിച്ചു നോക്കാം.
റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം നമുക്ക് കാണാതെ അറിയാവുന്നതാണ്. എങ്കിലും ഒന്ന് വായിക്കാം. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിൻ. ഇവിടെ യാഗമായി സമർപ്പിപ്പിൻ. യാഗം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? നമുക്കറിയാം, പഴയ നിയമമൊക്കെ വായിക്കുമ്പോൾ നമ്മളാരും അക്ഷരാർത്ഥത്തിലുള്ള യാഗങ്ങൾ നടത്താറില്ല. എന്നാൽ യാഗവേദിയിൽ ഒരു വസ്തുവിനെ അർപ്പിച്ചാൽ ആ ഉടമസ്ഥന് പിന്നെ അതിൻ്റെ എല്ലാ അവകാശങ്ങളും നഷ്ടപ്പെട്ടു കഴിഞ്ഞു. പിന്നെ അത് തിരിച്ചെടുക്കാനുള്ള അവകാശം അവനില്ല. അതാ യാഗവേദിയിൽ ദഹിപ്പിക്കപ്പെടുന്നു. അങ്ങനെയുള്ള ഒരു സമർപ്പണമാണ് റോമാലേഖനത്തിൽ അവിടെ പൗലോസ് സൂചിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും കർത്താവിന് വേണ്ടി സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്, എനിക്ക് ഇനി എൻ്റെ ജീവിതത്തെക്കുറിച്ചോ എൻ്റെ അവകാശങ്ങളെക്കുറിച്ചോ ഒന്നും പറയാനായിട്ടുള്ള ഒരു ക്ലെയിമില്ല എന്നുള്ളതാണ്. കർത്താവിന് വേണ്ടി പൂർണ്ണമായി ഇതാണ് പൗലൂസ് ഇവിടെ പറയുന്നത്. സമർപ്പിക്കുക എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്ന പൗലൂസ് ആ വാക്കാണ്. ഈ അർത്ഥം മനസ്സിലാക്കിയ പൗലൂസാണ് ഒരു ഭ്രാന്തനെ പോലെ ഓടി നടന്ന് സുവിശേഷം അറിയിച്ചത് എന്ന് നമ്മൾ വായിച്ച് അപ്പോസ്തല പ്രവൃത്തികളും ലേഖനങ്ങളൊക്കെ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ നാം കാണുന്ന ഈ ശിഷ്യന്മാരുടെ കാര്യത്തിൽ സമർപ്പണത്തിൻ്റെ കാര്യമായ ചിത്രമാണ് നാം കാണുന്നത്. മൂന്നാമത്തെ ശ്രദ്ധയിലേക്കപ്പെട്ട കാര്യം, ഇവിടെ ഒരു പുതുക്കത്തിൻ്റെ സൃഷ്ടിയുടേതായ ഒരു പ്രവർത്തനം നടക്കുന്നുണ്ട്, ക്രിയേഷൻ നടക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താ? ഇതുവരെ മുക്കുവന്മാരായി മീൻ പിടിക്കാൻ മാത്രം അറിയുന്ന ഈ ആളുകളെ ഇവിടെ കർത്താവ് പറയുന്ന വാക്കൊന്ന് ശ്രദ്ധിക്കുക. 19-ാം വാക്യം, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവർ ആക്കും എന്ന് പറഞ്ഞാൽ പഴയ അവസ്ഥയിൽ നിന്ന് പുതിയൊരു അവസ്ഥയിലേക്ക് നിങ്ങൾ ആക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ പുതിയ ഒരു രൂപാന്തരം വന്ന് പുതിയ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമകളായി നിങ്ങളെ മാറ്റാൻ പോവുകയാണ് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ കർത്താവ് ഇവിടെ ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് സ്വയമായിട്ട് മീൻ പിടിക്കാൻ മാത്രമേ അറിയുകയുള്ളൂ. ഇനി നിങ്ങൾക്ക് മനുഷ്യരെ പിടിക്കാനുള്ള കഴിവ് ഞാൻ നിങ്ങൾക്ക് നൽകും എന്ന് പറഞ്ഞാൽ കർത്താവ് അവരെ രൂപപ്പെടുത്തുവാനായിട്ട് സമ്മതിക്കാനായിട്ട് ആവശ്യപ്പെടുകയാണ്. നമുക്കറിയാം, മത്തായി സുവിശേഷം 11-ാം അധ്യായത്തിൽ ഒരു വാക്യമുണ്ട്. നാം പലപ്പോഴും വായിക്കുന്ന ഒരു വാക്യമാണ്. മത്തായി സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 29-ാമത്തെ വാക്യം, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എൻ്റെ നുകമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം. ഈ വാക്യം പലപ്പോഴും നമ്മൾ സുവിശേഷ പ്രസംഗങ്ങൾക്ക് വേണ്ടിയാണ് പറയുന്നത്. ഇത് അങ്ങനെയല്ല പറഞ്ഞിട്ടുള്ളത്. ഇത് പറഞ്ഞിട്ടുള്ളത് ശിഷ്യത്വത്തിൻ്റെ പാതയിൽ വരുന്ന വ്യക്തികളോട് പറയുന്ന വാചകമാണ്. അതിൻ്റെ ആദ്യത്തെ വാചകമാണ്, എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ എന്ന് പറഞ്ഞാൽ ഇതുവരെ നിങ്ങൾ നുകത്തിൻ കീഴിലല്ല. നുകം എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട യജമാനൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി പൂർണ്ണമായി സമർപ്പിച്ച് എന്നോട് ചേർന്ന് പഠിക്കുക എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇവിടെ കർത്താവ് ഇവരെ പഠിപ്പിച്ച് ശിഷ്യന്മാരാക്കിയെന്ന് മാത്രമല്ല, മനുഷ്യരെ പിടിക്കുന്നവരാക്കുന്ന ഒരു വലിയ ദൗത്യത്തിലേക്ക് ഇവരെ ആക്കി തീർക്കുകയാണ്. ക്രിസ്തീയ ശുശ്രൂഷയുടെ ഒരു പ്രധാന രംഗം ഇവിടെ ഞാൻ ചൂണ്ടിക്കാണിക്കാനായിട്ട് ആഗ്രഹിക്കും. പലപ്പോഴും നാം വിചാരിക്കുന്നത്, പലരും പ്രസംഗിക്കുന്നത് കാണുമ്പോൾ, പലരും പാടുന്നത് കാണുമ്പോൾ, പലരും വലിയ വലിയ പ്രവർത്തനം കാണുമ്പോൾ വലിയ ആവേശത്തോട് എനിക്കും അങ്ങനെ ചെയ്യാം, എനിക്കെന്താ കുഴപ്പം, എനിക്കും പറ്റും എന്നൊക്കെയുള്ള വിചാരത്തിലൊക്കെയാണ് എനിക്ക് പറ്റും എന്നുള്ള നിലയ്ക്കാണ് ഞാൻ ശ്രമിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല ദൈവത്തിൻ്റെ പ്രവർത്തനം. ഇവിടെ പറയുന്നത് ശ്രദ്ധിക്കുക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് പറഞ്ഞാൽ യേശു കർത്താവ് രൂപാന്തരപ്പെടുത്താത്ത ഒരു വ്യക്തിക്കും കർത്താവ് ആഗ്രഹിക്കുന്ന ശുശ്രൂഷ ചെയ്യാൻ ഫലപ്രദമായി കഴിയുകയില്ല. പലപ്പോഴും നാം മനസ്സിലാക്കാതെ പോകുന്നത്, നാം വിചാരിക്കുന്നത് എനിക്ക് കുറച്ച് ബൈബിൾസ് കോളേജിൽ പോയി പഠിച്ച് കുറച്ച് ഡിഗ്രിയൊക്കെ ലഭിച്ചാൽ, അല്ലെങ്കിൽ കുറച്ച് ഇതൊക്കെ വായിച്ച് ഇംഗ്ലീഷൊക്കെ വായിക്കാൻ അറിയാമെങ്കിൽ കുറച്ച് പുസ്തകങ്ങളൊക്കെ വായിച്ച് കുറേ ആശയങ്ങളൊക്കെ കിട്ടി കുറച്ച് ഒക്കെ വായിച്ച് അങ്ങനെ പ്രസംഗിക്കുക, അങ്ങനെയുള്ള ശുശ്രൂഷകളൊക്കെ ചെയ്യുക, അല്ലെങ്കിൽ പല കാര്യങ്ങളും ചെയ്യാം. അങ്ങനെയല്ല ക്രിസ്തീയ ശുശ്രൂഷ എന്ന് പറയുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക, കർത്താവ് രൂപാന്തരപ്പെടുത്താത്ത കാലത്തോളം
കർത്താവിൻ്റെ കയ്യിൽ ഇണങ്ങിയ ആയുധമായിരുന്ന നുകത്തിൻ കീഴിൽ നിന്ന് പഠിച്ച് രൂപപ്പെടുത്താത്ത കാലത്തോളം തൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഉപയോഗപ്രദമായി ഫലപ്രദമായി ചെയ്യാൻ കഴിയുകയില്ല. സ്വന്തമായ കഴിവുകൊണ്ട് പലതൊക്കെ ചെയ്യാൻ കഴിയും, എന്നാൽ അത് കർത്താവിന് പ്രയോജനപ്പെടുന്നതല്ല. ഇവിടെ വായിക്കാൻ ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നത് ആക്കും എന്ന് പറഞ്ഞാൽ ഇതുവരെ നിങ്ങളായിട്ടില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ആകെ കൂടി അറിയാവുന്നത് മീൻ പിടിക്കാൻ മാത്രമാണ്. എന്നാൽ നിങ്ങളെ ആക്കാൻ പോകുകയാണ്, മനുഷ്യരെ പിടിക്കുന്നവരാക്കാൻ പോകുകയാണ്. ഒരു ഭൗതികമായ രംഗത്ത് നിന്ന് ഒരു ആത്മീയമായ രംഗത്തേക്കുള്ള വലിയ മാറ്റമാണ് ഇവിടെ ഞാൻ കാണുന്നത്. ഭൗതികമായ കാര്യങ്ങൾ മാത്രം ചെയ്യാൻ കഴിവുള്ളവർ ചിലപ്പോഴൊക്കെ ഇവിടെ നമ്മുടെ ഇടയിലൊക്കെ അവരിടയ്ക്ക് ആ ശബ്ദമൊക്കെ ഉയർന്നു പോകും. അതായത് ഭൗതിക കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യും, ആത്മീയ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യും. അങ്ങനെ ഒരു വ്യവസ്ഥയൊന്നും വേദപുസ്തകത്തിലില്ല. ഭൗതികത ചെയ്യാൻ ആർക്കും കഴിയും, വഴി പോകുന്നവർക്കൊക്കെ ചെയ്യാൻ കഴിയും. എന്നാൽ ആത്മീയമായ മണ്ഡലത്തിൽ ഏത് ശുശ്രൂഷയും ചെയ്യണമെങ്കിൽ കർത്താവിൻ്റെതായ ആ കൈക്കീഴിൽ താണിരുന്ന് നിയന്ത്രിക്കപ്പെട്ട വ്യക്തികൾക്ക് മാത്രമേ അത് ചെയ്യാനായിട്ട് കഴിയൂ. ഇല്ലെങ്കിൽ അത് വെറും ജഡത്തിൻ്റെ പ്രവൃത്തികൾ മാത്രമായിട്ട് മാറാനായിട്ട് സാധിക്കും. നാലാമതായിട്ട് കാണുന്നത് ഇങ്ങനെ രൂപപ്പെടുത്തിയ ഈ വ്യക്തികളെയാണ്. മത്തായി സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം ഒന്ന് വായിക്കാം. ഈ 12 പേരെയും യേശു അയക്കുമ്പോൾ അവരോട് ആജ്ഞാപിച്ചത് എന്തെന്ന്? മതി. ഇവിടെ അപ്പോസ്തലത്വത്തിൻ്റെ പാതയിലേക്ക് വന്ന ഈ 12 പ്രത്യേകിച്ച് ശുശ്രൂഷയിൽ ഇവരിപ്പോൾ രൂപപ്പെടുത്തിയെടുത്തു. കർത്താവ് അവരെ ഈ 5, 6, 7 അധ്യായങ്ങൾ ഈ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്ന തൻ്റെ ട്രെയിനിങ് ക്ലാസ്സാണ് എന്ന് മനസ്സിലാക്കണം. അതിനുശേഷമാണ് ഇവിടെ നാം വായിക്കുന്നത് ഒരു പ്രത്യേകമായ നിയോഗം നൽകി ഒരു കമ്മീഷൻ കൊടുത്തുകൊണ്ട് അവരെ അയക്കുന്ന രംഗമാണ് ഇവിടെ 10-ാം അധ്യായത്തിൽ പ്രത്യേകിച്ച് പറയുന്നത് ഇസ്രായേൽ ജാതിയുടെ അടുക്കിലേക്ക് മാത്രം പോയാൽ മതി. എന്നാൽ കർത്താവിൻ്റെ മരണം ഉയർത്തെഴുന്നേൽപ്പും കഴിഞ്ഞതിന് ശേഷം മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിൽ നാം വളരെ പ്രസിദ്ധമായ ആ വാക്കാണല്ലോ അതിൻ്റെ 19-ാമത്തെ വാക്യം. മത്തായി 28-19 കരത്തിനുള്ള നാണയം കാണിപ്പിനെന്ന് പറഞ്ഞു. അല്ല, മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. മതി. സകല ജാതികളെയും ശിഷ്യരാക്കാനുള്ള വലിയ ദൗത്യം ഇപ്പോൾ ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഈ ശിഷ്യന്മാർക്ക് നൽകുന്നതായിട്ട് കാണാൻ സാധിക്കും. ആദ്യത്തെ സ്റ്റേജിൽ ഇസ്രായേൽ ജനത്തിന് മാത്രമായിട്ടാണ് ദൗത്യം പരിമിതപ്പെടുത്തിയെങ്കിൽ ഇവിടെ ഇതാ ഉയർത്തെഴുന്നേറ്റതിന് ശേഷം കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ ഏൽപ്പിക്കുമ്പോൾ സർവ്വജാതികളെയും സകല ജാതികളെയും ശിഷ്യരാക്കുന്ന ലോകത്തിൻ്റെ അറ്റത്തോളം പോയി ഈ കാര്യങ്ങൾ പറയാനായിട്ടുള്ള വലിയ ദൗത്യം ഇവർക്ക് നൽകുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ നാം ശ്രദ്ധിക്കണം. ഒന്നാമതായിട്ട് നാം മനസ്സിലാക്കേണ്ടത് കർത്താവിനോട് കൂടെ ഇരുന്ന് അവൻ്റെ സഖിത്വം ഉണ്ടായിരിക്കണം. രണ്ടാമതായിട്ട് കർത്താവിന് വേണ്ടി സമർപ്പിക്കാനുള്ളതായ മനോഭാവം ഉണ്ടായിരിക്കണം. മൂന്നാമതായിട്ട് കർത്താവിനെ രൂപപ്പെടുത്തുവാനായിട്ട് ആക്കിത്തീർക്കാനായിട്ടുള്ളതായ ആ സാഹചര്യത്തിലേക്ക് തന്നെ വിധേയപ്പെടുത്തി കൊടുക്കുമ്പോൾ ദൗത്യങ്ങൾ കർത്താവ് നൽകുകയാണ്. ആദ്യത്തെ ദൗത്യം പരിമിതപ്പെട്ട ദൗത്യമാണെങ്കിൽ പിന്നീട് നൽകുന്നത് വലിയ മഹാനിയോഗം എന്നാണല്ലോ നാം പറയുന്നത്. ആ വലിയ ദൗത്യം ശിഷ്യന്മാർക്ക് കർത്താവ് കൊടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഞാനിവിടെ സമയം ഇത്ര ആയതോടെ ഞാൻ വാക്കുകൾ നിർത്തട്ടെ. ബാക്കിയുള്ള ഭാഗം കൂടി ചിന്തിക്കാമെന്ന് ഞാൻ വിചാരിച്ചതാണ്. സാധിക്കും ഇന്ന് അടുത്ത ആഴ്ച അത് ചിന്തിച്ച് അവസാനിപ്പിക്കണമെന്ന് ഞാൻ വിചാരിക്കും. ഒരു കാര്യം കൂടി ഞാൻ ഈ ഭാഗത്തോട് ബന്ധപ്പെട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. 4-ാം അധ്യായം കഴിഞ്ഞാൽ 5, 6, 7 അധ്യായങ്ങൾ മറ്റൊരു വിഷയമാണ്. അപ്പോൾ അതുകൊണ്ട് അടുത്ത ആഴ്ച 4-ാം അധ്യായം അവസാനിപ്പിക്കുമ്പോൾ അതിനുശേഷം ഈ കേട്ടതായ നമ്മുടെ ഈ 4 അധ്യായങ്ങളിൽ നിന്നുള്ളതായ ഏതെങ്കിലും സംശയങ്ങളോ വിശദീകരണങ്ങളോ കൂടുതൽ വ്യക്തതകളോ വരേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ അത് ചോദിക്കാനുള്ളൊരു അവസരം ഉണ്ടായിരിക്കും. അത്
ഒന്നുകിൽ നേരിട്ട് എന്നോട് അടുത്ത ആഴ്ച വരുമ്പോൾ ചോദിച്ചാൽ മതി, അല്ലെങ്കിൽ നേരിട്ട് ചോദിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു കഷ്ണം കടലാസിൽ എഴുതി പേരൊന്നും ആദ്യം എഴുതേണ്ട, ഏത് വിഷയമാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ, അതായത് പൊതുവായ വിഷയങ്ങളല്ല, നാം ചിന്തിച്ച ഈ 4 അധ്യായങ്ങളെ ആസ്പദമാക്കി ഏതെങ്കിലും ഭാഗത്ത് ഏതെങ്കിലും കൂടുതൽ വിശദീകരണമോ അല്ലെങ്കിൽ സംശയങ്ങളോ വ്യക്തതയോ ആവശ്യമുണ്ടെങ്കിൽ അതിനുള്ളൊരു അവസരം അതിൻ്റെ പിന്നത്തെ ആഴ്ച അത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അല്ല ഇല്ലെങ്കിൽ തുടർന്ന് നമുക്ക് അങ്ങോട്ട് മുമ്പോട്ട് പോകാനായിട്ട് കഴിയും. കാരണം വേദപുസ്തകം പഠിക്കേണ്ടത് എപ്പോഴും ഞാൻ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഒരു പ്രസംഗം ഇങ്ങനെ കേൾക്കുക, ക്ലാസ് കേൾക്കുക എന്ന് മാത്രമല്ല, വളരെ സൂക്ഷ്മതയോടെ കേൾക്കുകയും നമ്മുടെ മനസ്സിൽ സംശയങ്ങൾ ഉളവാകുകയും വേദപുസ്തകം പരിധി നോക്കുമ്പോൾ നമുക്ക് ചിലപ്പോഴൊക്കെ അത് അങ്ങനെയാണോ, ഇങ്ങനെയല്ലേ എന്ന് സംശയം വരണം. എന്നാൽ മാത്രമേ നാം കാര്യം ശ്രദ്ധിക്കുന്നുള്ളൂ എന്നും പഠിക്കുന്നുള്ളൂ എന്നും നമുക്ക് മനസ്സിലാവും. അങ്ങനെ സംശയങ്ങൾ ചോദിച്ച് അതിന് ഉത്തരങ്ങൾ കണ്ടെത്തി മുമ്പോട്ട് പോയാൽ മാത്രമേ ആ വിഷയം ഒരു ബൈബിൾ സ്റ്റഡി എന്ന് പറയാനായിട്ട് കഴിയുള്ളൂ. അല്ലാതെ ഒരു പ്രസംഗങ്ങൾ എന്ന് കേൾക്കുന്ന പോലെയാണ്. അതുകൊണ്ടാണ് ഞാനിത് അതിനുള്ളൊരു അവസരം കൂടി എടുക്കാം എന്ന് പറഞ്ഞത്. അതുകൊണ്ടത് ആവശ്യമുണ്ടെങ്കിൽ വളരെ ലളിതമായ വിഷയങ്ങളാണ് നമ്മൾ കൈകാര്യം ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് കാര്യമായ സംശയം ഉണ്ടാകില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല. ഈ കേട്ട വിഷയങ്ങളെക്കുറിച്ച് 4 അധ്യായങ്ങളെക്കുറിച്ചുള്ള വിഷയങ്ങളിൽ വിശദീകരണമോ വ്യക്തതയോ അല്ലെങ്കിൽ കൂടുതൽ സംശയങ്ങളോ ഉള്ളവർ ആ കാര്യത്തിന് ചോദിക്കാമെങ്കിൽ അതിനുള്ള വിശദീകരണങ്ങൾ അടുത്ത ആഴ്ച ദൈവം വെച്ചാൽ അതിൻ്റെ പിന്നത്തെ ആഴ്ച നൽകുന്നതായിരിക്കും. അതും കൂടെ ശ്രദ്ധിക്കണം എന്ന് ഞാൻ ഓർപ്പിക്കുന്നു.